ഷിബു മിരാനിലേക്കാണ്. ഷിബു, ഇന്നിപ്പോൾ വിജയരാഘവന്റെ പ്രസംഗം കണ്ടല്ലോ. വിജയരാഘവൻ മുൻപും പലതവണ പ്രസംഗിച്ചിട്ടുണ്ട്. എല്ലാ പ്രസംഗങ്ങളിലും ഒരു മുസ്ലിം വിരോധം പ്രകടമാണ്. ഒരു ഘട്ടത്തിൽ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒരു പ്രതികരണത്തിൽ തിരുത്തൽ ആവശ്യപ്പെട്ടിരുന്നു. അത് ശാസിക്കുകയും ചെയ്തിരുന്നു സെക്രട്ടേറിയറ്റിനകത്ത്. പക്ഷേ പിന്നീട് ഇപ്പോൾ നടത്തുന്ന പ്രതികരണങ്ങൾ അത് വിജയരാഘവന്റെ ഒറ്റപ്പെട്ട ശബ്ദമായി കാണുന്നുണ്ടോ? സ്മൃതി, അങ്ങനെ കാണാൻ നിവൃത്തിയില്ല. ഇപ്പം ഇന്നത്തെ ഈ പ്രസ്താവനയുടെ ഒരു സ്വഭാവം, ഇപ്പം ഈ സഖാവ് വിജയരാഘവൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഭൂലോക തോൽവി വിജയരാഘവനാകാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. അദ്ദേഹം നേരത്തെ വഞ്ചൂർ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയൊരു പ്രസംഗം നമ്മുടെ വിഷയമല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇവിടെ വന്നാൽ ഇപ്പം ഇന്ന് അദ്ദേഹം നടത്തുന്ന ഈ പ്രസംഗത്തിൽ അദ്ദേഹം ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്. അത് വയനാട്ടിലെ പ്രിയങ്ക ഗാന്ധിയുടെ ഘോഷയാത്ര നിങ്ങൾ കാണൂ, അതിൻ്റെ മുൻപിലും പുറകിലും നിങ്ങൾ കാണുന്നത് മുസ്ലിം തീവ്രവാദികളെ അല്ലേ എന്നാണ്. 2019 ഇവിടെ രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് പ്രചരണ ജാഥകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത് നടക്കുന്നത് ഇന്ത്യയിലാണോ അതോ പാകിസ്ഥാനിലാണോ എന്നെനിക്ക് സംശയമുണ്ട് എന്ന് പറഞ്ഞ ആൾ ഇപ്പോൾ ഈ രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയാണ്. അദ്ദേഹം BJPയുടെ ദേശീയ പ്രസിഡന്റായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് അമിത്ഷാ എന്നാണ്. ഇപ്പോൾ നമ്മൾ ഈ സമീപകാലത്ത്, അതുകൊണ്ടാണ് ഞാനിത് ഒരു വിജയരാഘവൻ്റെ ഒറ്റപ്പെട്ട നിലപാടല്ല എന്ന് പറയാൻ എനിക്ക് ചില ന്യായങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ CPMന് കഴിഞ്ഞ ഒരു വർഷത്തെ ഒരു രാഷ്ട്രീയം പരിശോധിച്ചാൽ ഈ അമ്പലപ്പറമ്പിൽ ഉത്സവത്തിനൊക്കെ ഇരുന്നിട്ട് മുച്ചീട്ട് കളിക്കുന്ന ചീട്ടുകളിക്കാരെ പോലെ അവരുടെ കയ്യിൽ പല കാർഡും ഉണ്ടാവും. രാജാവ് ഉണ്ടാവും, ആസ് ഉണ്ടാവും, റാണി ഉണ്ടാവും. ഇതൊക്കെ ഇങ്ങനെ തരാതരം പോലെ മാറ്റി മാറ്റി കളിക്കുന്ന സാമർഥ്യമാണ് മുച്ചീട്ട് കളിക്കാരൻ്റെ സാമർഥ്യം എന്ന് പറയുന്നത്. സ്മൃതി, ഒരു വർഷം മുമ്പ് നമുക്ക് ഓർമ്മയുണ്ട്, ഈ നാട്ടിലെ മുസ്ലിങ്ങൾക്കൊരു വൈകാരികമായ അടുപ്പമുണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്ന വിഷയങ്ങൾ, യൂണിഫോം സിവിൽ കോഡ് പോലെ, പലസ്തീൻ പോലെ ഏറ്റെടുത്ത് മലബാറിൽ സെമിനാർ സംഘടിപ്പിച്ച് അത്തരത്തിലൊരു വലിയ ഒരു മുസ്ലിം സഹതാപത്തിൻ്റെ രാഷ്ട്രീയം ഇവർ പയറ്റി നമ്മൾ കണ്ടു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ ഇവരുടെ അജണ്ട അതായിരുന്നു. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു തിരിച്ചടി ഉണ്ടാകുമ്പോൾ പിന്നെ നമ്മൾ കാണുന്നത് അടിമുതൽ മുടി വരെ CPMന്റെ സംഘടനാ സംവിധാനത്തിനകത്ത് അവരുടെ നേതാക്കന്മാരുടെ ശരീരഭാഷയിൽ, അവരുടെ രാഷ്ട്രീയ പ്രസംഗങ്ങളിൽ അവിശ്വസനീയമായ ഒരു മാറ്റം ഉണ്ടാവുകയാണ്. ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി തന്നെ മലപ്പുറത്ത് ടാർഗറ്റ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തി. ആ വരികൾ ആരെഴുതി കൊടുത്തു എന്ന് ഇന്നും നമുക്കറിയില്ല. തൊട്ടു പിന്നാലെ ഈ നാട്ടിലൊക്കെ സജീവമായി നടക്കുന്ന ഒരു വ്യായാമ കൂട്ടായ്മയെ മുൻനിർത്തിക്കൊണ്ട് CPMന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ഒരു പ്രചരണം നടത്തി. ഇന്നിപ്പോൾ എല്ലാ പരിധികളും ലംഘിച്ചുകൊണ്ട് ഇദ്ദേഹം പറയാതെ പറയുന്നത് രാഹുൽ ഗാന്ധിക്ക് വോട്ട് കൊടുത്ത 6,20,000 പ്രിയങ്ക ഗാന്ധിക്ക് വോട്ട് കൊടുത്ത 6,22,000 മതവർഗീയവാദികൾ വയനാട്ടിൽ ഉണ്ട് എന്നാണ്. ഈ പ്രസ്താവന BJPയുടെ ഒരു നേതാവ് പറഞ്ഞിരുന്നുവെങ്കിൽ നമുക്കത് മനസ്സിലാക്കാവുന്നതായിരുന്നു സ്വാഭാവികമായിട്ടും. പക്ഷെ CPMന്റെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട, ഈ രാജ്യത്തെ തന്നെ ഏറ്റവും ഉയർന്ന ഘടകത്തിൽ പ്രവർത്തിക്കുന്ന ഒരു നേതാവ് ഇത് പറയുമ്പോൾ, സമീപകാലത്ത് തുടർച്ചയായ ഇത്തരം പ്രസ്താവനകൾ CPMന്റെ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമ്പോൾ, നേരത്തെ കളിച്ച മുസ്ലിം പ്രീണനത്തിൻ്റെ ആ കാർഡെടുത്ത് കീശയിൽ വെച്ചിട്ട് RSSനോട് കടം വാങ്ങിയ ഒരു കാവി നിറമുള്ള കാർഡ് സംസ്ഥാനം മുഴുവൻ BJP കളിക്കാൻ തീരുമാനിക്കുന്നതിൻ്റെ തെളിവുകൾ നമ്മൾ എമ്പാടും കാണുകയാണ്. പാലക്കാട്ട് ആ പരസ്യത്തിൽ നമ്മളത് കണ്ടതാണ്, കാഫർ സ്ക്രീൻഷോട്ടിൽ നമ്മളത് കണ്ടതാണ്. അത് കുറെ കൂടി ശക്തമായി ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും എന്ന സന്ദേശമാണ് വിജയരാഘവൻ നൽകുന്നത്. പക്ഷേ ഇതിന് ഗുണം ലഭിക്കുക ഒരിക്കലും CPMനാവില്ല എന്നുകൂടി ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.